ഹലോ. കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ വീണ്ടും നമ്മുടെ ചാനൽ ഞാൻ ആക്റ്റീവായിരിക്കുന്നത്. ഇന്നത്തെ ഡേ ഞാൻ ആക്ച്വലി തലേന്നേ ഞാൻ നല്ല പ്ലാൻ വെച്ചു. ഇന്ന ടൈമിന് എഴുന്നേൽക്കണം, 6:30ക്ക് എഴുന്നേൽക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷെ അതൊന്നും നടന്നില്ല. പിന്നെ കുറേ നാൾക്ക് ശേഷം കിട്ടിയൊരു സൺഡേ ഓഫാണ് കേട്ടോ. സോ ഞാൻ രാവിലെ എഴുന്നേറ്റു, ചിക്കൻ ഫ്രൈ ഒക്കെ കഴിച്ചിട്ട് പിന്നെ എൻ്റെ റൂം ക്ലീൻ ചെയ്യാനായിട്ട് പോയി. കാരണം കുറേ നാളുകൊണ്ട് റൂം വെപ്പിങ്ങിലായിരുന്നു. ആദ്യമേ ഡ്രസ്സെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചായിരുന്നു. പിന്നെ അതിനുശേഷം ഞാനൊന്ന് റൂം തൂത്ത് എന്താ പറയുക, ഒന്ന് തുടച്ചെല്ലാം സെറ്റ് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കസിൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം പണി പെട്ടെന്ന് തീർന്നത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. കാരണം അവനും കൂടെ കുഞ്ഞു കുഞ്ഞു രീതി അവനെ ഹെൽപ്പ് ചെയ്തായിരുന്നു. ഞാനതേ നമ്മുടെ റൂം ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. കാരണം നമ്മുടെ റൂമൊക്കെ ഒന്ന് സെറ്റായി, നമ്മുടെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആയിട്ടിരിക്കുമ്പം നമ്മുടെ മൈൻഡ് നമുക്കൊരു ഭയങ്കര ഹാപ്പിയാണ്. എനിക്കങ്ങനെയാണ് കേട്ടോ. എനിക്ക് ലൈക്ക് ഞാൻ ഭയങ്കര ഡിപ്രഷനിലൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ലൈക്ക് ഫുൾ കുളമായിരിക്കും, ഭയങ്കര മെസ്ഡായിരിക്കും. പക്ഷെ എനിക്കിങ്ങനെ മൈൻഡൊക്കെ സെറ്റ് ചെയ്ത് ഒന്ന് റീഫ്രഷ് ആവണമെന്നുണ്ടെങ്കിൽ എൻ്റെ റൂമെല്ലാം നീറ്റും ക്ലീൻ ആയിരിക്കണം. പിന്നെ ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലം. ഇത് ഇവിടെയാണ് കേട്ടോ ഞാൻ എന്തെങ്കിലും പഠിക്കുകയോ എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സ്ഥലം. സോ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഫ്രഷായിട്ട് ഞാൻ വന്നിരുന്നു. കുറച്ച് നാൾക്ക് ശേഷം വെച്ചിട്ട് ഞാൻ പിന്നെ കുറച്ച് ടോപ്പിക്സൊക്കെ എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഇരുന്ന് പഠിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മൈൻഡൊന്ന് വീണ്ടും ഒന്ന് ഫ്രഷായി. കാരണം ഒന്നും ചെയ്യാതെ എന്താ പറയുക, രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, അല്ല എൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ഹാപ്പിയായിരുന്നു. ഞാൻ പഠിക്കുന്നുണ്ട്. എൻ്റെ കസിൻ അവനും കൂടി ഇരുന്ന് എന്തൊക്കെയോ വരയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവനും ഹാപ്പിയായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ കുറച്ച് ദിവസങ്ങൾ മമ്മിയോട് മമ്മി ശർക്കര കൊണ്ട് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ശർക്കര ഉണ്ടെന്നാണ് പറയുന്നത്. അവന് ഇഷ്ടപ്പെട്ടില്ല, കാരണം അവന് അധികം മധുരം ഇഷ്ടം, അവന് കുറച്ചുകൂടെ സ്പൈസായി ഇഷ്ടം. പക്ഷെ ഞാൻ നല്ല ഹാപ്പിയായിട്ട് ഞാൻ ആ ബ്ലാക്ക് ടീയും ആ ശർക്കര ഉണ്ടേ കഴിച്ചിട്ട് സെറ്റായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ നൈറ്റ് ആയപ്പോഴത്തേക്കും നെക്സ്റ്റ് ഡേ പോവേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും ഞാൻ എടുത്ത് വെക്കുക. എനിക്ക് ഡ്യൂട്ടിക്ക് സ്ക്രബ് ഇടേണ്ടത്. സോ ഞാൻ അതൊക്കെ എടുത്ത് ബാഗെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുമായിരുന്നു. അപ്പം ഞാൻ അത് ചെയ്തപ്പോഴാണ് കണ്ടത് എൻ്റെ എല്ലാ ഹെയർ ബാൻഡും അത്യാവശ്യം നല്ല മോശപ്പെട്ടു. സോ ഞാൻ അതെല്ലാം പെട്ടെന്ന് വാഷ് ചെയ്തിട്ടായിരുന്നു. അതിനുശേഷം ഞാൻ നെക്സ്റ്റ് ഡേ മോർണിംഗ് എഴുന്നേറ്റ് കുടിക്കാനായിട്ടുള്ള ഞാൻ രാവിലെ ചില സമയത്ത് ചിയ സീഡ്സ് കുടിക്കും കേട്ടോ. സോ അതിനായിട്ടുള്ള വെള്ളമെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ മനസ്സോടെ ഞാൻ പോയി കുടിച്ചു. കാരണം നല്ല എന്താ പറയുക, നല്ല തണുപ്പായിരുന്നു, നല്ല മഴയൊക്കെ സമയമായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ എൻ്റെ ഹെയർ കെയർ എല്ലാം ചെയ്തതിന് ശേഷം അത്യാവശ്യം സ്കിൻ കെയറും ചെയ്തതിന് ശേഷം പിന്നെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ കിടന്നു. ഇന്നത്തെ ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, എനിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ പറ്റി എന്നുള്ളൊരു ഇതായിരുന്നു.